YouTube channel share your coding experience. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ ഞാൻ മെയിനായിട്ട് എന്താ പറയുക ജാവ ജെൻട്രിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ജെൻട്രിക്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. So let's take a simple example. Okay, suppose നമുക്കൊരു നിങ്ങൾ മേ ബി ഡെവലപ്പേഴ്സ് ഓൾറെഡി എക്സ്പീരിയൻസ് ഡെവലപ്പേഴ്സ് പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് രണ്ട് എന്താ പറയുക ഒരു ക്ലാസ് ഉണ്ട്. സപ്പോസ് നിങ്ങൾക്ക് രണ്ട് ലെറ്റ്സ് എ ഡാറ്റ വൺ. ഓക്കെ, ഈ ഡാറ്റ വണ്ണിൽ പ്രൈവറ്റ് സ്ട്രിങ് ഡാറ്റ വൺ ഓക്കെ രണ്ട് സ്ട്രിങ് എന്നിട്ട് നമ്മൾ generate setters. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇതിൽ എനിക്ക് രണ്ട് ഇതുണ്ട്, അതേപോലെ തന്നെ രണ്ട് വേരിയബിൾ ഉണ്ട്, രണ്ട് attributes ഉണ്ട്, data 1 and data 2, both are string types, and then you have a constructor or it's a blank constructor. Okay, anyway, so I'm just creating. Okay, now data 1 right, data 1 dot set test 1 test 2. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഈ ഒരു data 1 ക്ലാസ്സിൽ നമുക്ക് you can only store strings, right? You can't store any other data type because that is what is the data type you mentioned. ചില സിറ്റുവേഷനിൽ നമുക്ക് എന്താ പറയുക ജസ്റ്റ് ടു വാല്യൂസ്, ടു നമ്പേഴ്സ് ആവാം, ഒരു ടു ഇൻറ്റിജേഴ്സ്, ഐ മീൻ ടു എന്താ പറയുക ലോങ് വാല്യൂസ് ആവാം, ഡബിൾ വാല്യൂസ് ആവാം, ടു ഡിഫറെൻറ്റ് ക്ലാസ് സെൽഫ് ആവാം, രണ്ട് ഡിഫറെൻറ്റ് വാല്യൂ എനിത്തിങ് ആവാം. പക്ഷേ അപ്പോൾ ഒക്കെ prior to Java 5 you have to write a separate classes, right? ഇപ്പം എനിക്കിപ്പം ഒരു ഇതേ ഇതിൽ നിന്ന് വേണമെങ്കിൽ ഡാറ്റ ടൂവിൽ എന്താ പറയുക ഒരു സ്ട്രിങ് ഒരു എന്താ പറയുക ഒന്ന് സ്ട്രിങ് ഒരു ലോങ് സെപ്പറേറ്റ് ഓഫ് സീരീസ് യു ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഡാറ്റ സീരീസ്. So prior to Java, this is what was the problem actually. Basically you have to write a class for if there is a different data type, but structurally different same ആണ്, maybe storage wise അല്ലെങ്കിൽ processing wise similar ആണ്, only data type wise difference. അങ്ങനെ സിറ്റുവേഷൻ നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് ഡിഫറൻസ് യു വിൽ എൻഡ് അപ്പ് റൈറ്റിംഗ് ലോട്ട് ഓഫ് സച്ച് ക്ലാസ്സസ്. ഓക്കെ, അപ്പം അതിനോട് കൊണ്ടാണ് ഈ ജാവ ജെൻട്രിക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും ഒരു ക്ലാസ്സിൻ്റെ പെയർ എന്ന് പറഞ്ഞിട്ട്, ഇത് ജാവയിലെ ഒരു എന്താ പറയുക ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പക്ഷേ ലൈബ്രറി. ഓക്കെ, അപ്പം അതായത് ടു വാല്യൂസ് ആണ്. സോ വി വോണ്ട് ടു സ്റ്റോർ ടു വാല്യൂസ്, ആ രണ്ട് വാല്യൂസ് എനി ഡാറ്റ ടൈപ്പ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മളിപ്പം സിമ്പിളായിട്ട് അപ്പോൾ ഈ ഒരു തന്നെ ഞാൻ മെല്ലെ ചേഞ്ച് ചെയ്യാണ്. അപ്പം എനിക്ക് different data type store ചെയ്യണം. I wanted to keep it two different values. It could be two numbers, or it could be two strings, or it could be one number and one string, any combination, right? So അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ സമയത്ത് അവരല്ലേ ജെൻട്രിക്സിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു സിമ്പിൾ ക്ലാസ്. ഓക്കെ, സോ അതിന് ഡാറ്റ ഇൻസ്റ്റെഡ് ഓഫ് ഡാറ്റ ഐ എം ജസ്റ്റ് ചേഞ്ചിങ് ഇറ്റ്സ് എ പെയർ. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ. സോറി, എന്താ പറയുക ഒരു ഇതിൻ്റെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തന്നെ എടുക്കുന്നതിൽ ഒരു ഇതുണ്ട്. പക്ഷേ ഓക്കെ, നമുക്ക് ഈ ഡാറ്റ ടൈപ്പാണ് ചേഞ്ച് ചെയ്യുന്നത്. Right? These data types ഇതാണ് നമുക്ക് ഡിഫറെൻറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ അത് നമുക്ക് അങ്ങനെയുള്ളൊരു ഇതാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൽക്കാലം ഡോണ്ട് വറി അബൌട്ട് ദ നൊട്ടേഷൻ, ദർ ഇസ് എ സ്പെസിഫിക് നൊട്ടേഷൻ ടു ബി, ഐ മീൻ സ്പെസിഫിക് ലെറ്റേഴ്സ് ടു ബി യൂസ്ഡ്. നമ്മൾ എന്താ വെച്ചാൽ എക്സ് ആൻഡ് വൈ എടുക്കും. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ടു ക്യാരക്ടേഴ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയണം ഓക്കെ ദിസ് ഈസ് എക്സ് and this is y. Okay, നമ്മൾ പറയാം then instead of this one x, it is x, ഈ സെറ്റേഴ്സ് അങ്ങ് എടുത്ത് കളയാണ്. let's take it off for the time being. We don't want this guy and y. Okay, I'm just generating constructor for this guys. Generate constructor to variable generated. Okay, now
നിങ്ങൾ എന്താ പറയുക മൈക്രോ സർവീസ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കാണും ഒരുപാട് ടു വാല്യൂസ് കീപ്പ് ചെയ്യേണ്ടി വരും മേ ബി ടു ഐ വുഡ് സേ ലൈക്ക് 2 പാരാമീറ്റേഴ്സ് വാല്യൂസ് ഓർ ലൈക്ക് 2 പാരാമീറ്റർ പാസ് ചെയ്യാം അല്ലെങ്കിൽ സം കോൺസ്റ്റന്റ് വാല്യൂസ് ഓർ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം or any combination. You don't want to define a separate class just for two. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പെയറിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് രണ്ട് വാല്യൂ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് മെയിൻലി പെയർ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മളിപ്പോൾ എക്സും വൈയും കൊടുത്തു. ഇപ്പോൾ നോക്കുക, അപ്പം ഞാനിപ്പം എക്സും വൈയും കൊടുത്തുകൊണ്ട് ഫോർ എക്സാമ്പിൾ സോ നൗ ഇഫ് ഐ ക്രിയേറ്റ് എ പെയർ, ഓക്കെ, നൗ എക്സ് കോമ വൈ, നൗ ഈ എക്സ് കോമ വൈക്ക് വരെ നമ്മൾ പറയാണ്ട്. സോ നൗ we can substitute the data type for that x and y. So now I'm saying, okay, I want to store two string variables. So one string, one integer. Okay, pair one, a new pair. Okay, now I'm storing on the chala. I wanted to store, yeah, my first name and my age. So it's not a see. Now ഇവിടെ നോക്കാം, ഇപ്പം നമ്മളിവിടെ ഡബിൾ കോഡ്സിൽ let's say there is a compilation issue. See, because infer ചെയ്യാൻ പറ്റണില്ല because we said it's an integer. So that this is what I said, compile time checking. It's an extra layer of a layer of extraction over types actually. അതായത് നമ്മൾ ഇത് ക്ലാസ് കാസ്റ്റ് എക്സെപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരിക്കും ബിഹൈൻഡ് ദ സീൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജാവ ആക്ച്വലി ഒബ്ജക്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിപ്പം പറഞ്ഞ കോൺഫ്യൂഷൻ ആക്കില്ല. ബട്ട് സി ഇത് കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എന്താണ് സ്റ്റോർ ചെയ്യാൻ നമ്മളിവിടെ പറയുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്താണ് പറയണത് അത് കമ്പയർ ടൈമിൽ എൻഷുർ ചെയ്യും. ഓക്കെ, ദിസ് ഇസ് വാട്ട് ബീൻ പാസ് ടു. ഓക്കെ, സോ ഇതൊന്ന് ഇപ്പോൾ ഇത് തന്നെ പല കോമ്പിനേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്തുവിടാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, പെയർ 2, പെയർ 3. Okay, now let's say I want two integer. I wanted to store two integer. Okay, now I'm just storing 23. Right. Similarly, if I wanted to store some, let's say another two classes. Let's say I'm justifying another class. It's not necessarily to be an integer. Any class. Okay, class data. Okay. Okay. New data, two objects. See, that way, like you can reuse this common class for storing any type of combination. So, ഇത് മനസ്സിലാക്കണം ഇങ്ങനെയാണ് നമ്മൾ ജനറിക് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ജനറിക് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് ഒന്നുമില്ല, നമുക്ക് ജനറിക്കലായിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ വേറെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എക്സും വൈയും കൊടുത്തു. സോ അപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ഓക്കെ ഐ ഡോണ്ട് വോണ്ട് ടു ടു ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ്, ഐ വോണ്ട് ടു ഇപ്പം ടു ഡിഫറെൻറ്റ് എക്സ് ആൻഡ് വൈ. അപ്പം എനിക്ക് ഒരേ ടൈപ്പ് തന്നെ യൂസ് ചെയ്യണം. അതായത് എനിക്ക് ഫസ്റ്റ് ഡാറ്റ എന്താണോ അതേ ഡാറ്റ തന്നെ സെക്കൻഡ് ഇതിൽ വേരിയബിളും വേണം. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, നമ്മൾ പറയണം ഓക്കെ എക്സ് ആൻഡ് വൈ. ഓക്കെ, ഐ ആം ജസ്റ്റ് സേയിങ് only x. Okay, now അതായത് പെയർ പെയർ 1. സീരിയസ് ഇപ്പം നമ്മളിതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റോർ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. ഈ രണ്ട് വാല്യൂസും ഇറ്റ് ഹാസ് ടു ബി എ സെയിം ടൈപ്പ്. So it's up to you how do you want to define. I mean, the pair already in it's already coming in as part of one of the library. You can use that pair library. I mean, or otherwise you can. It's not just two. You can define another class which you want to store 3 parameters, 3 values. ഇങ്ങനെയാണ് നമ്മൾ ജനറിക് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്. ജാവ 5 onwards ഇങ്ങനെ ജനറിക് ക്ലാസ് നിങ്ങൾക്ക് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ ഈ ആർഗ്യുമെന്റ്സ് അത് നിങ്ങളൊരു ഇറ്റ് കുഡ് ബി എനി ലെറ്റേഴ്സ്. ബട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ലിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ് ജാവ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവരും അത് ഫോളോ ചെയ്യാറില്ല. കാരണം ചിലപ്പോൾ എന്താ വെച്ചാൽ മോർ മീനിങ് ഫുൾ ആയിട്ടുള്ള
ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ടൈം ടു ടൈം നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി വറീഡ് ആവണ്ട. ഇപ്പം ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. കോമൺ ആയിട്ട് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ജനറിക് ക്ലാസ് ഡിഫൈൻ ചെയ്യാം യൂസിങ് ജനറിക്സ്. പിന്നെ എങ്ങനെയാണ് ഡാറ്റ ടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻസ് എക്സാമ്പിൾസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.